കൂട്ടുകാരെ എല്ലാവർക്കും മാഗ്നമെൻ്റൽ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ CHSL 2024 മെയിൻസിൻ്റെ എക്സാം നാളെയാണ്, അതായത് നവംബർ 18-നാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു അവസാനവട്ട പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് ചെക്കിംഗ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം CHSL 2023 മെയിൻസിന് നടന്ന 2 നവംബർ 2023 നടന്ന എക്സാമിൻ്റെ മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തയ്യാറെടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ മെയിൻസിൻ്റെ ലെവലിൽ നിങ്ങൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് CHSL മെയിൻസ് എന്ന പോലെ CGLൻ്റെ മെയിൻസ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും, അതുപോലെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന, സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചാനലാണ്. ചാനലിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഓരോ ക്ലാസ് കാണുമ്പോഴും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, അതും ഏറ്റവും അടിയിലായിട്ട് കിട്ടുന്നതായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ക്ലാസ്സിൽ കണ്ടു നോക്കുക. എല്ലാവർക്കുമായിട്ട്, കേരളത്തിൽ നിന്നും പഠിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിലെല്ലാം ഓർഡറിൽ തന്നെ കണ്ട് സെറ്റാക്കുക. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ബാക്കിയുള്ള ക്ലാസ്സിൽ നിന്നും, അല്ലെങ്കിൽ ബാക്കി ആരെടുക്കുന്ന ക്ലാസ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാനാണ് ഈ ഒരു എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആരും ഓടിപ്പോവരുത്. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സാമിന് ചെയ്യുവാണെങ്കിൽ എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈമർ ഇടാം. 30 മിനിറ്റിൽ ഞാൻ എത്ര ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഒരു റൗണ്ട് ഞാൻ എക്സാമിന് ചെയ്യുന്ന രീതി ഞങ്ങൾ ചെയ്യും. നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും മനസ്സിലാവണമെന്നില്ല. മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ഞാൻ രണ്ടാമത് വന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റിനും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഒരു എക്സ്പ്ലനേഷനും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് ഞാൻ പറയും. അതായത് എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ എങ്ങനെയാണ് ഒരു ടോപ്പർ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന ഒരാൾ എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷനും പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എത്ര മിനിറ്റിൽ തീർത്തു എന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്, സ്റ്റാർട്ട്. ഞാൻ എഴുതുന്ന എക്സാമാണ്. ഇത് കോൺസെൻട്രേഷൻ ആരും പോകരുത് കേട്ടോ. ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് കാണുക. ഞാൻ പെട്ടെന്ന് തീർക്കാം, 30 ദിവസമല്ലേ ഉള്ളൂ. യെസ്, കോൺസെൻട്രേഷൻ ഓഫ് 3 വൈൻസ് ABCR 10, 20, 30. ദേ ആർ, ഞാൻ വായിച്ചങ്ങ് ചെയ്യുവാണ് കേട്ടോ. ദേ ആർ മിക്സ്ഡ് ഇൻ റേഷ്യോ 2, 3x റിസൾട്ടിങ് 23%. വാട്ട് ഇസ് വാല്യൂ ഓഫ് x? ഓക്കെ, ഇപ്പം 20, 60, 80, x 23. ഓക്കെ, 30 × 5 150, 230. യെസ്, ഓപ്ഷൻ എ. യെസ്, ഞാൻ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗ്രൗണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് 12 മീറ്റർ സ്റ്റീൽ വയർ ടോപ്പ് അഫിക്സ്. സ്റ്റീൽ വയർ മേക്സ്, നിങ്ങൾ ഇതേ സ്പീഡിൽ ചെയ്യാൻ പറ്റും നോക്കുക. ആംഗിൾ ഓഫ് 30 വിത്ത് ഹോൾസോൺ ഗ്രൗണ്ട്, ദെൻ ഹൈറ്റ് ഓഫ് ദ പോൾ. ഓക്കെ, 30, അത് 12, 30 ഓപ്പോസിറ്റ് 90 ഓപ്പോസിറ്റ് 2, 30 ഓപ്പോസിറ്റ് 1, 6 മീറ്റർ. ആൻസർ. അടുത്തത്, സം ഓഫ് മണി ഡിവൈഡ് ABC 4:3:6. ഷെയർ ഓഫ് C is more than B, how much A more than. ഓക്കെ, 3ൻ്റെ വാല്യൂ 600, 200, 1ൻ്റെ വാല്യൂ 200. യെസ്, ഓപ്ഷൻ എ ആൻസർ. അടുത്ത്, സം ഓഫ് മണി ABC ഷെയർ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ 700. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. പേഴ്സൺ ബോറോഡ് സം മണി, സിമ്പിൾ അണ്ടർസ്റ്റ്. 3 years കഴിഞ്ഞിട്ട് റിട്ടേൺ 4/3 മണി ടു ദ ലെൻഡർ. വാട്ട്സ് റേറ്റ് പെർസെൻറ്റേജ്? ഓക്കെ, 1/3, 33, 1/3/3, 11, 1/9. ഓപ്ഷൻ ബി. പേഴ്സൺ കവേഴ്സ് 1/4 ജേർണി അറ്റ് സ്പീഡ് ഓഫ് 25, 1/2 40, റിമൈനിങ് ഇത്രയും. ഓക്കെ, 4 to 8, 8ഉം 50, 400, 8ഉം 50. ഓക്കെ, 80, 50, 200 total. 200 by 1/4, 50, 50 2, 100 by 42.5, then 50 by 51, 3, 5.5, 11, 2, 400 by 11, 400 by 11 പറയുമ്പോൾ 400 by 11. യെസ്, 3, 70, 36, 4 by 11, 36, 4 by 11. ഓപ്ഷൻ എ. യെസ്, കോഡ് സ്ക്വയർ. ഓക്കെ, വാട്ട്സ് വാല്യൂ ഓഫ്. ഓക്കെ, ഇത് ഞാൻ ആദ്യം ചെയ്യണോ വേണ്ട, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. കോസ്റ്റ് ഓഫ് 4 ചെയർ 3 ടേബിൾ, 5 ചെയർ 2 ടേബിൾ, കോസ്റ്റ് ഓഫ് 8 ചെയർ. ഓക്കെ, ഇപ്പോൾ ചെയറിനെ വേണം ടേബിൾ മാറ്റണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, 3 കൊണ്ട് ഗുണിക്കുമ്പോൾ, യെസ്, 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 5250, 4200. ഓക്കെ, 5250, 4200, 1050. യെസ്, 2, 8, യെസ്, 15, 7. അപ്പോൾ 1ൻ്റെ വാല്യൂ നമുക്ക് 150. ഓപ്ഷൻ സി. യെസ്, ഞാൻ എത്ര എഴുതുന്നത് നിങ്ങൾ നോക്കുക. ആവറേജ് വെയിറ്റ് 40, 52. വെയിറ്റ് ഓഫ് ടീച്ചർ, ആവറേജ് വെയിറ്റ് ഇത്രയും. വെയിറ്റ് ഓഫ് ടീച്ചറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 52ൻ്റെ കൂടെ 41 അര, 41 × അര 21.5.
52 21 73. ഓക്കെ, ഇതിൻ്റെ വാല്യൂ പി ബൈ ക്യൂ കിട്ടുമോ? ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെ പി വരും, ഇവിടെ എന്ത് വരും 8ൻ്റെ സ്ക്വയർ ബൈ 10ൻ്റെ ക്യൂബ് വരും. ഇവിടെ എന്ത് വരും 8 8ൻ്റെ സ്ക്വയർ 8ൻ്റെ ക്യൂബ് 8/6 ഡിവൈഡ് ബൈ ഇവിടെ 10/3 10/9 വരും. യെസ്, ഇവിടെ ബൈ ക്യൂ പി ബൈ ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് 8/4 × 10⁻⁻⁹ 8/4 × 10⁻⁻⁹ ഓപ്ഷൻ ഡി. എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ലാർജസ്റ്റ് സൈഡ് ഹാസ് എൻ ഏരിയ ലെസ് ദാൻ x²/2. ഓക്കെ, സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇതാണെങ്കിൽ അക്യൂട്ട് ആംഗിൾസ് അത് കറക്റ്റാണ്. ദ ട്രയാങ്കിൾ ഫോമിലെ കംപ്ലീറ്റ് മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ് ഓഫ് ട്രയാങ്കിൾ ഹാസ് 1/4 ഏരിയ അത് കറക്റ്റാണ്. ഏരിയ ഓഫ് ഐസോസ് ട്രയാങ്കിൾ വിത്ത് സൈഡ്. ഓക്കെ, ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വഴിയില്ല. 2a 3a. യെസ്, ഇവിടെ 3a. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഏരിയ എന്ത് വരും? 1/2 × 3a × ഇവിടെ എന്ത് വരും √9. ഇതെന്താണ് 2a. യെസ്, ഇതാണ് 3a. ഇപ്പോൾ 3a/2 ആണിത്. ഇത് 2a ആണ്. യെസ്, 2a ആണ്. 1/2 × 3a × യെസ് 2a 4 4 16 - 9 7 √7 വരും. √7 വരുന്ന ഓപ്ഷൻ അല്ല ഇത്. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും? ആൻസർ ചെയ്ത് കൊടുക്കും. യെസ്, മറ്റേത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, എയും ബിയും. ഓക്കെ, ഇത്രയും കമ്പനി ആഫ്റ്റർ 7 months സീക്രട്ട് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. സിയുടെ പ്രോഫിറ്റ് ആണ്, ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയാണ്. അപ്പോൾ 3 0 25 50 30 5 യെസ് 5 10 6 ഇവനെത്ര 9 ഇവനെത്ര മാസം 12 ഇവനെത്ര മാസം 7 months കഴിഞ്ഞിട്ട്. ഓക്കെ, 5 2 5 3 കളയുമ്പോൾ ഓക്കെ 3 8 3 കളയുമ്പോൾ 2 11 13 ഓക്കെ 13 ഗുണം 2 13 ഗുണം ഷെയർ ഓഫ് പ്രോഫിറ്റ് 13 ഗുണം 3 2 6. ഓക്കെ, 600. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. പോപ്പുലേഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഇൻക്രീസ്ഡ് ബൈ ഇത്രയും % പോപ്പുലേഷൻ. ഓക്കെ, 5% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 105 എന്ന് പറയുമ്പോൾ 21 7ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 12 13 4 105 6 4% 26 104 അല്ലേ 104 104ന് 5 30 3 12 3 ഡീറ്റെയിൽസ് 3 9 9 2 ഇതല്ല 3 വരാം 3 ഇതല്ല ഇത് 5 6 ഇത് 2 ഏതാണ്. ഓക്കെ, അതിനകത്ത് എന്തുണ്ട് 21 7 ഇതിനകത്ത് 7 ഉണ്ടോ 51 7 ഇതിനകത്ത് 53 42 7 പിന്നെന്താ കോമൺ ആയിട്ടുള്ളത് 71 26. ഓക്കെ, 26 13 13 61 91 13 63 ഇല്ല 112. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എയും ബിയും 9 ബിയും സിയും 18 എ ബി സി 8. ഓക്കെ, അതിൻ്റെ LCM 9 18 72. എയും ബിയും 9 ബിയും സിയും 4 എയും ബിയും സിയും 9. യെസ്, അപ്പോൾ 18 വരണം. 18 വരണമെങ്കിൽ 9 4 13. യെസ് 18 4 യെസ് 9 18 വരണമെങ്കിൽ ഇത് 5 വരണം. 5 വരണ്ട 13 5 18. യെസ്, അങ്ങനെ എയും സിയും. ഓക്കെ, ഇത് A+B ഇത് B+C ഇത് C+A. യെസ്, നമുക്ക് എയുടെ വേണം. എയുടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൂട്ടുമ്പോൾ 18 ആവുന്നുണ്ട്. യെസ്, 2 × A+B+C 18 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് B+C 4 ആണെങ്കിൽ യെസ് തെറ്റിയോ? നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. എയും ബിയും എഫിഷ്യൻസി നമുക്ക് എടുക്കാം. 72 ആണെങ്കിൽ 8. യെസ്, ബിയും സിയും 72 4 സിയും എയും അറിയില്ല. B+C 9. ഇപ്പോൾ 2 × ചെയ്യുമ്പോൾ ഇവിടെ 18 വരണം. എല്ലാം കൂടുമ്പോൾ 18 വരണം. 14 12 ഇത് 6 വരണം. യെസ്, ഇത് 6 ആണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്ത് വരും? B+C 4 ആണ്, മറ്റേത് 9 ആണ്. എ എന്ന് പറഞ്ഞാൽ 5 വരും. 2 × ഇതാണ് A 5. ഇനി സി എന്ന് പറഞ്ഞാൽ B+C 4 ആണ്,
ബി പ്ലസ് സി എ പ്ലസ് ബി 8 സി എന്ന് പറഞ്ഞാൽ 1 6 ടോട്ടൽ എഫിഷ്യൻസി 72/6 12 ദിവസം കൊണ്ട് തീരും. എസ് അടുത്തത് a-2b a+2b ആണ്. a+2b എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a-2b ദ ഹോൾ സ്ക്വയർ 64 പ്ലസ് 4ab 4 × 2ab 4 × 2ab 36 10 ആൻസർ കിട്ടും. ഇലക്ഷനിൽ 67% വോട്ട് ചെയ്തു, 4% ഇൻവാൽവാണ്. ഇത്രയും വോട്ട് കിട്ടി 67 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. ഓക്കെ, അപ്പം 64% 122 88 100% വാലിഡ് വോട്ട് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ 4% ഇൻവാൾവാണ്. ഓക്കെ, 96% പോൾഡ് വോട്ട് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ 67% ഇതാണ്. നമുക്ക് 100ൻ്റെ പോലെ വേണം. ഓപ്ഷൻ നോക്കാം. ആൻസറിനകത്ത് താഴെ 5 അപ്പം 5 5 5 625 മൾട്ടിപ്പിൾ ലാസ്റ്റ് 4 ഡിജിറ്റ് 625 മൾട്ടിപ്പിൾ ഇത് 625 മൾട്ടിപ്പിൾ 625 അല്ല, ഇത് 665 അല്ല, 625 അല്ല. ഓപ്ഷൻ എ. അടുത്ത് യോഗ സെൻറ്ററിൽ 60% മെന്നും 40 വുമണും. അപ്പോൾ 60 40 3 2 ആവറേജ് ഏജ് ടോട്ടൽ ആവറേജ് 3 × 55 165 90 165 90 255/5 51. ഓപ്ഷൻ ഡി. ഡയമീറ്റർ ഓഫ് സ്ഫിയർ ഇൻക്രീസ് ചെയ്താണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വോളിയം. അതായത് ക്യൂബാണ്. 1.3 × ക്യൂബ് 2200 119.7. ഓപ്ഷൻ സി. എക്സിൻ്റെ വാല്യൂ 3/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ x⁻². ഓക്കെ, ഇത് വേണമെങ്കിൽ ചെയ്യാം. 9/4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ ഇതാണെങ്കിൽ ഓക്കെ 2/3 അപ്പോൾ 3/4 വരും. യെസ് 3/4 2/4 വരും. അത് (-2) അതായത് 4² 16 2/4 ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ 2/8 ഡിവൈഡഡ് ബൈ 9ൻ്റെ സ്ക്വയർ അതായത് 3/4 ഇൻറ്റു 3/8. അപ്പോൾ 2/3/12 2/3/12. ഓപ്ഷൻ ഡി. യെസ്. പി എയും ബി ഈവൻസ് ആണ്. പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് നോട്ട് എ ഇൻ്റർസെക്ഷൻ നോട്ട് ബി, പി ഓഫ് എ ബാർ ഇൻ്റർസെക്ഷൻ ബി ബാർ എന്ന് വെച്ചാൽ 1 - പി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, ഇപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. 1 - പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ പി ഓഫ് എ 3/8 പ്ലസ് 1/2 4/8 അതായത് 7/8 മൈനസ് 2/8 അതായത് 5/8 1 - 5/8 3/8. ഓപ്ഷൻ ബി. യെസ്. ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പേഴ്സ് മേക്ക് 25% for it. Decide to give discount. Okay, what percent discount to make a total 10%. Okay, cost price 25 4 5 AB. Okay, 4 5 അപ്പോൾ 5 4 10% profit 10 11 50 44 100 88 12. ഓപ്ഷൻ ഡി. 25% ഡിസ്കൗണ്ട് ഫൈനൽ വാല്യൂ 25 9 മൈനസ് 4 5 പ്ലസ് യെസ് മോഡ് 21 1 2 15 1 2 3 4 16 1 2 3 6 1 2 3. ഓക്കെ, 15. ഓപ്ഷൻ സി. യെസ്. And 10 orange, I will give twice the number of oranges. B replies, if you give 10 oranges, I will save number of oranges. Okay, same number, final number. Okay, A 70 ആണെങ്കിൽ 60. Okay, B replies, okay 60, same number of oranges. Okay, for 50. Okay, 80. Option A. Yes. ABC BQ congruent. AP equal BC PR then AB. Yes, ABC. Yes, AP. Okay, ABC BC AA BC PQR PC 29 PR 21 AB 20. Option A. Shopkeeper listed by lost 17 listed in the gain percentage. Okay, 100 ഓക്കെ 50. ഓക്കെ, ലിസ്റ്റഡ് പ്രൈസ് സോൾഡ്. ഓക്കെ, അപ്പോൾ 50 ഹാഫിൽ ഓക്കെ 83 ഇൻറ്റു 100. യെസ്, ഇവിടെ 83 33. ഓക്കെ, 66. ഓപ്ഷൻ ഡി. റേഡിയസ് ഓഫ് ഹൈറ്റ് ഇൻക്രീസ്ഡ് ബൈ 20 ഇൻക്രീസ് പെർസെൻറ്റ്. ഓക്കെ, റേഡിയസ് ആൻഡ് ഹൈറ്റ് സർക്കുലർ കോൺ. യെസ്, r cube r square h. ഓക്കെ, സർക്കുലർ കോൺ. യെസ്, r square h 25 1/4 64 125 61/4
64 യെസ്. ഓപ്ഷൻസ് ആർ ക്ലോസ്. ഓക്കെ 9 540 576 576 24 340 യെസ്. 64 ഗുണം 5 95 പോയിൻറ്റ് യെസ്. ഓപ്ഷൻ എ. ഇലക്ട്രിക്കിലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്കൗണ്ട് 30. ഓക്കെ 31 -1 0.3 5. ഓക്കെ 150 യെസ്. നൈസ്. നമ്പർ ഓഫ് പേഷ്യൻസ് മോഡ് വേണം 4. ഓക്കെ ഏറ്റവും കൂടുതൽ 7 7-ത്തുള്ളത് 8 യെസ്. ഓപ്ഷൻ എ. ഡയമീറ്റർ ഓഫ് ബോൾ ഈസ് വോളിയം ഓഫ് ബോൾ യെസ്. വോളിയം ഓഫ് ബോൾ 2/3 പൈ 22/7 ഇൻറ്റു r³ 21 യെസ്. 441/8 യെസ്. ഇവിടെ 4 11 2 യെസ്. 1 5 8 4/2 2425.5 ഓപ്ഷൻ ഡി. എ സി പി ക്യു ആർ സിമിലർ ടു. ഓക്കെ PAQB RC യെസ്. ഫൈൻഡ് Q മീൻസ് B മീൻസ് 135 141 7 അവസാനിക്കും 37 യെസ്. ഡി. കഴിഞ്ഞു. 30 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എത്ര മിനിറ്റ്? ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ ഓക്കെ 10-12 മിനിറ്റിൽ നമ്മൾ ചെയ്തു. ഇനി ഓരോ ക്വസ്റ്റ്യനായിട്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത്ര നേരം ഇരുന്ന് നിങ്ങൾക്ക് പേഴ്സ്യമേടെ ഇരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഓക്കെ ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇത് നിങ്ങൾക്ക് മെയിൻസിനും എല്ലാത്തിനും യൂസ്ഫുള്ളാണ്. നാളെ ഇതിൽ നിന്നും ഈ മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. കോൺസെൻട്രേഷൻ ഓഫ് 3 വൈൻസ് ABC are 10%, 20%, 30% റെസ്പെക്റ്റീവ്ലി. ദേ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 2:3:x റിസൾട്ടിങ് 23% കോൺസെൻട്രേഷൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ 10%ൻ്റെ 2 യൂണിറ്റ് എടുത്തു. ഇപ്പോൾ 20% ഓവറോൾ വെയ്റ്റഡ് ആവറേജ് എടുക്കുക. പ്ലസ് 20%ൻ്റെ 3 എടുത്തു. അങ്ങനെ 60%. ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പറാണ് വെയ്റ്റഡ് ആവറേജ്. 30യുടെ എക്സ് എടുത്തു. അപ്പോൾ ഞാൻ 30x എന്ന് എടുത്തു. ഇതേ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ 2:3:x ഡിവൈഡഡ് ബൈ 2 + 3 + x. അതിൻ്റെ വാല്യൂ ആണ് 23%. 23 ഇൻറ്റു ഈ അടിയിൽ കിടക്കുന്ന 2 + 3 + x. അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ ഞാനിവിടെ ചെയ്ത പരിപാടി എന്താണെന്ന് പറയട്ടെ. പേന എടുക്കാതെ എങ്ങനെ ചെയ്തെന്ന് പറയട്ടെ. നമുക്കിവിടെ എന്തായാലും 10 × 2 20, 20 × 3 60, അങ്ങനെ 80 ആയി. 80 പ്ലസ് എന്തോ 30 ഗുണം ആ ഒരു എക്സിൻ്റെ വാല്യൂ അത് ഈക്വൽ ടു 23 ഇൻറ്റു സംതിങ്, അതായത് 23ൻ്റെ മൾട്ടിപ്പിളാണ്. ഇവിടെ എക്സിന് ഏത് വാല്യൂ വന്നാൽ നമുക്ക് റൈറ്റ് സൈഡിൽ 23ൻ്റെ മൾട്ടിപ്പിൾ വരും. എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാൽ 80 150 230 23ൻ്റെ മൾട്ടിപ്പിളാണ്. 8 വന്നു കഴിഞ്ഞാലോ 8 വന്നു കഴിഞ്ഞാൽ 8 × 30 ഇവിടെ എന്താ ഓക്കെ 3 × x 30 × x 240 240 80 320 23ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 6 വന്നു കഴിഞ്ഞാൽ 180 189 260 23ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 7 വന്നു കഴിഞ്ഞാൽ 210 210 60 80 290 23ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അങ്ങനെ 23ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന് വാല്യൂ 5 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് എഴുതുന്ന സമയം കൊണ്ട് നമ്മൾ ചെയ്ത മെത്തേഡ് കാരണം ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ കാണിച്ചു തരുന്നേ ഉള്ളൂ ഒരു എക്സാമിൻ്റെ പേപ്പർ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കാണിച്ചു തരുവാണ്. എപ്പോൾ സ്റ്റാൻഡ് വെർട്ടിക്കലി ഗ്രൗണ്ട് ഹെൽപ്പ് ഓഫ്. അപ്പോൾ ഇത് ഞാൻ മൈൻഡ് ചെയ്താൽ ഹെൽപ്പ് ഓഫ് 12 മീറ്റേഴ്സ് സ്റ്റീൽ വയർ ടൈഡ് ടു ടോപ്പ്. അപ്പോൾ ടോപ്പിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വയർ കണക്ട് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ടിലോട്ട് 12 സ്റ്റീൽ വയറിൻ്റെ ഇത് 30 ഇത് 90 90യുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റ് ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പൂൾ? 6 മീറ്റർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത് മണി ABC-ക്ക് 4 3 6 ഷെയർ ഓഫ് സി ഈസ് 600 മോർ ദാൻ ബി. ബിയേക്കാളും 600 കൂടുതലാണ്. ഇവിടെ 3 യൂണിറ്റാണ് കൂടുതലുള്ളത് റേഷ്യോയിൽ. 3ൻ്റെ വാല്യൂ ആണ് 600, 1ൻ്റെ വാല്യൂ 200. ഹൗ മച്ച് ഈസ് എ ഗെറ്റ് മോർ ദാൻ ബി? അത് 1 യൂണിറ്റ് തന്നെ. 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 200. ഇനി പേനയുടെ ആവശ്യമില്ല. അടുത്ത് സം ഓഫ് മണി. ഓക്കെ സെയിമാണ്. The person borrowed some money on simple interest. After 3 years he returned 4/3 of money. അതായത് 3 വാങ്ങിയെങ്കിൽ 4 കൊടുത്തു. എത്ര ഇൻട്രസ്റ്റ് കൊടുത്ത്? 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% ആണ്. അപ്പോൾ ഇത് 3 വർഷത്തെ 3 ഇയേഴ്സിലെ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് വാട്ട് വാസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ ആനം 1 വർഷത്തെയാണ്. അപ്പോൾ ഇതിനെ ബൈ 3 ചെയ്യുക. 33നെ ബൈ 3 ചെയ്യുമ്പോൾ 11 കിട്ടും. 1/3 ബൈ 3 ചെയ്യുമ്പോൾ 1/9 കിട്ടും. 11 1/9%. ഇപ്പോൾ കാൽക്കുലേഷൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് എഴുതുന്നതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്. അടുത്ത പേഴ്സൺ കവേഴ്സ് 1/4 ജേണി ഇത്രയും സ്പീഡിൽ, 1/2 ഓഫ് ജേണി ഇത്രയും സ്പീഡിൽ, റിമൈനിങ് ഇത്രയും സ്പീഡിൽ. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് പെർ അവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസിന് എന്ത് ചെയ്തു? ഇതിൻ്റെ 4ൻ്റെയും 2ൻ്റെയും 8 പിന്നെ ഇവിടെയുള്ള സ്പീഡിൻ്റെയും ഒരു മൾട്ടിപ്പിളായിട്ട്. അപ്പോൾ 8ൻ്റെ 40, അതായത് 8ഉം 40, 8 വേണം 50
40 എല്ലാം വേണം. അപ്പോൾ 40 ഓൾറെഡി 8 ഉണ്ട്. അപ്പോൾ 50 കൂടെ ആണെങ്കിൽ 50 ഗുണം 8 400 അല്ലെങ്കിൽ 200. നിങ്ങൾക്ക് 400 എടുക്കാം, 200 എടുക്കാം. 400 എടുത്താൽ ഇവിടെ പോയിന്റ് കുറയും. പിന്നെ 200 എടുത്തു. അപ്പോൾ 200 ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് എടുത്താൽ ഫസ്റ്റ് 1/4 എന്ന് പറഞ്ഞാൽ 200/4 50. 50 കിലോമീറ്റർ 25 km/h പോയാൽ ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ പഠിച്ചുകൊണ്ട് പോയിട്ട് എക്സാമിന് ഇരുന്നല്ല നമ്മൾ ഫോമുലയൊക്കെ നോക്കേണ്ടത്. എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. 50/25 ഇവിടെ രണ്ടുപേരും അടുത്ത ഹാഫ് ഓഫ് ജേണി എന്ന് പറഞ്ഞാൽ 200 പകുതി 100 km 40 km/h. അപ്പോൾ 100/40 എത്ര? 2.5 2.5. അടുത്തത് റിമൈനിങ് അറ്റ് സ്പീഡ് ഓഫ് 50. റിമൈനിങ് എന്ന് പറഞ്ഞാൽ വരും 50 km 50 പോയാൽ +1. ഡിസ്റ്റൻസ് 200 എടുത്തു. അങ്ങനെ ഓരോന്നും എടുത്തപ്പോൾ നമുക്ക് 200 ഇവിടെ 5.5 എന്ന് പറഞ്ഞാൽ 11/2. അപ്പോൾ 200/11/2 രണ്ട് മേളിൽ പോകുമ്പോൾ 400/11 40 11 3 വട്ടം, ബാക്കി 70 70 11 6 വട്ടം, ബാക്കി 4 ശിഷ്ടം /11. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. നോക്കാം. കോഡ് സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ √4 കോഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് 1 + കോഡ് സ്ക്വയറുടെ വാല്യൂ പറയും കോസീക് സ്ക്വയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോഡ് സ്ക്വയർ കോമൺ എടുത്തു. കോഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ ആണ്. ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ അതല്ല എഴുതുന്നത്. അപ്പോൾ എന്നിട്ട് 1 + കോഡ് സ്ക്വയർ എന്ന് വെച്ചാൽ സീക്ക് സ്ക്വയർ ആണ്. 1/sin സ്ക്വയർ ആണ് = 1. 1 + കോട്ട് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ കോസ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് വന്നു? sin⁴ എന്ന് വന്നു. sin⁴ നമുക്ക് ഇതിലോട്ട് എത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? sin⁴ നമുക്ക് sin സ്ക്വയർ × sin സ്ക്വയർ എന്ന് എഴുതിയാൽ ഇതിനെല്ലാത്തിനും കോസിൻ്റെ ടൈമിലോട്ട് വരാം. 1 - cos സ്ക്വയർ × 1 - cos സ്ക്വയർ. അത് 1 - cos സ്ക്വയർ തീറ്റയാണ് sin സ്ക്വയർ തീറ്റ. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് കോസ് സ്ക്വയർ = എങ്ങനെ എഴുതാം? 1 ഇവിടെ -cos സ്ക്വയർ -cos സ്ക്വയർ -2 cos സ്ക്വയർ പ്ലസ് cos⁴. അപ്പോൾ cos⁴ ഈ ഒരു cos സ്ക്വയർ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? -cos സ്ക്വയർ. cos⁴ -cos സ്ക്വയർ +1 = 0. അല്ലെങ്കിൽ cos⁴ -cos സ്ക്വയർ ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? -1 എന്ന് വരും. അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന cos⁴ മൈനസ് 3 cos സ്ക്വയർ. 3 സ്ക്വയർ cos സ്ക്വയർ -cos സ്ക്വയർ ഇവിടെ വരുമ്പോൾ -2 -1 ഇവിടെ -3 cos സ്ക്വയർ -1 എന്ന ആൻസർ ഇട്ട് ഓപ്ഷൻ ബി. ഇത് സ്കിപ്പ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് റൗണ്ടിൽ ഒന്ന് ചെയ്യും. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെയറിൻ്റെ വാല്യൂ വേണമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചുമ്മാ ഇരുന്നൊരു 4 ചെയർ + 3 ടേബിൾ = 2100. അടുത്ത 5 ചെയർ + 2 ടേബിൾ = 1750. എന്നിട്ട് ഈ ടേബിളിനെ 2 ഈക്വലാക്കാൻ വേണ്ടി ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. ആ സമയത്ത് ഇത് 2 6 ആവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് നിന്ന് ഇത് കുറയ്ക്കുന്നു. അപ്പോൾ കുറയ്ക്കുമ്പോൾ ഇവിടെ 10 ചെയർ, ഇവിടെ 12 ചെയർ. ഇവിടെ ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. മേളിൽ 2 കൊണ്ട് ഗുണിക്കണം, താഴെ 3 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 8 ചെയർ, ഇവിടെ 15 ചെയർ. ഡിഫറൻസ് 7 ചെയറിൻ്റെ ഡിഫറൻസ്. ഇതേ ഗുണം 3 1750 ഗുണം 3 എന്ന് പറയുമ്പോൾ 5100 150 5250. അതിനകത്ത് നിന്ന് 4200 കുറയ്ക്കുമ്പോൾ നമുക്ക് 105.0 കിട്ടും. ചെയറിൻ്റെ വാല്യൂ 105.0/7 150. അപ്പോൾ ഇത്രയും ചെയ്യുന്ന ഒരാളും ഞാൻ ചെയ്ത രീതി ചെയ്യുന്ന ഒരാളും, അതാണ് ടോപ്പേഴ്സ് ചെയ്യുന്നത്. ഒരാൾ നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഞാൻ ചെയ്തത്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റും. എന്ത് ചെയ്യുക? ഇവിടെ തന്നെ വെച്ച് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ എത്തിക്കുക. മെയിൻസ് എന്ന് പറയുന്ന എക്സാമിന് നമ്മൾ അങ്ങനെയാണ് പ്രാക്ടീസ് കൊണ്ടുപോകുന്നത്. മെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമെന്നല്ല, നിങ്ങൾ ആ ടൈമിനുള്ളിൽ 60 മിനിറ്റിനുള്ളിൽ 60 ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ആ ടാസ്ക് വിജയിക്കുന്നവന് നല്ല റാങ്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ മെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻസിന് നിങ്ങൾ വലിയ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ പഠിക്കുന്നത് സെറ്റായിട്ട് പോവുക, മെത്തേഡൊക്കെ സെറ്റായിട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന മെത്തേഡ് ഈ മെത്തേഡാണ്. അടുത്ത് നോക്കേ, ആവറേജ് വെയിറ്റ് ഓഫ് 40 സ്റ്റുഡൻസ് 52 കിലോ. അപ്പോൾ എല്ലാവരുടെയും വെയിറ്റ് 52 ആയിട്ടിരിക്കുക. അപ്പോൾ ടീച്ചറോട് വന്നപ്പോൾ വെയിറ്റ് എന്തായി? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ടീച്ചറോട് വന്നപ്പോൾ ഇപ്പോൾ എത്ര ആളായി? ടീച്ചർ 52 കിലോയും കൊണ്ട് വന്നെങ്കിൽ ആവറേജ് വെയിറ്റിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. ആവറേജിൻ്റെ ഒരുപാട് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ടീച്ചറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും എന്ത് കൂടുതലായിരിക്കും? എല്ലാവർക്കും 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഫ് കിലോ വെച്ച് 41 പേർക്കും ടീച്ചറോട് വരുമ്പോൾ എത്രയായി? 41 പേരായി. 41 പേർക്കും കൊടുക്കാനുള്ളത് ടീച്ചറിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്ത് ചെയ്തത്? ആവറേജിൽ കൂടിയത്. അപ്പോൾ 52ൻ്റെ കൂടെ 41/2 20 കൂടെ കൂട്ടി 20 ഓക്കെ 72 ആണല്ലേ? 72 കേട്ടോ, ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്. 52ൻ്റെ കൂടെ 41/2 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ 72.5. യെസ്, 72 ആൻസർ. ആ സമയത്ത് ഞാൻ നിങ്ങളെ ക്ലാസ് കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇത് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ എടുത്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇത് വന്നത്. യെസ്, സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര എന്തോ വലുതായിട്ട് തോന്നും. ഞാൻ എന്ത് ചെയ്തു? അപ്പുറത്തും ക്യൂബ് ചെയ്യുമ്പോൾ ഈ ക്യൂബ് റൂട്ട് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 8 × 8 പോയിൻറ്റിനെ മാറ്റിയെടുത്ത് 8 × 8 8ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ 2. ഓക്കെ, ഇവിടെ 2 ഇതുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. യെസ്, നമുക്ക് എവിടെ വരെ ആയിരുന്നു? ഓക്കെ, അപ്പോൾ ഇത് 72 വരെ കിട്ടി. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്യൂബ് എടുക്കാം. ക്യൂബ് എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ക്യൂബ് റൂട്ട് അങ്ങ് പോകും. അപ്പോൾ 8ൻ്റെ സ്ക്വയർ 8 ഇവിടെ 8ൻ്റെ സ്ക്വയർ താഴെ എന്ത് വരും? ഇവിടെ ബൈ 100 ഇവിടെ ബൈ 10 അടിയിൽ ബൈ 1000. അതിനാണ് ഞാൻ 10⁻³ എന്ന് എഴുതിയത്. ഇൻറ്റു പി വരും ഈക്വൽ ടു റൈറ്റ് സൈഡ് ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെ ക്യൂബ് റൂട്ടില്ല. അപ്പോൾ 8ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 8ൻ്റെ ക്യൂബ് ഉണ്ട്. പോയിൻറ്റിനെ ഞാൻ മാറ്റിയെടുത്തു, അടിയിൽ 0 ആക്കുവാണ്. ഇവിടെ എന്ത് വരും? ഒരു 8ൻ്റെ ക്യൂബ്, അതാണ് 8ൻ്റെ ക്യൂബ് ഇൻറ്റു 8ൻ്റെ ക്യൂബ് a⁻m ഇൻറ്റു a⁻m+n ആണ്. 8⁻6 ഡിവൈഡ് ബൈ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും. യെസ്, താഴെ 10ൻ്റെ ക്യൂബ് ഉണ്ട്, അതിൻ്റെ ക്യൂബ് വരും. ഇവിടെ 10 ഉണ്ട്, അതിൻ്റെ ക്യൂബ് വരും. അല്ലെങ്കിൽ 10⁻4ൻ്റെ ക്യൂബ്, അതായത് 10⁻12 എന്ന് വരും. ഒരു ക്യൂബുണ്ട്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് ക്യൂവിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ക്യൂ വരും. അപ്പോൾ p/q എന്ന് പറയുമ്പോൾ എന്ത് വരും? p/q എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ആയിട്ട് ഇത് 10⁻9 എന്ന് വരും. p/q എന്ന് പറയുമ്പോൾ എന്ത് വരും? 8ൻ്റെ സ്ക്വയറും 8/6ഉം 8⁻4 എന്ന് വരും. 8⁻4 ഡിവൈഡഡ് ബൈ 10⁻9 അല്ലെങ്കിൽ 8⁻4 ഇൻറ്റു 10⁻9. 10⁻9 അടിയിൽ നിന്ന് മേളിലോട്ട് പോകുമ്പോൾ 10⁻9 ആവും. 8⁻4 ഇൻറ്റു 10⁻9. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ട്രൂ? അപ്പോൾ ഈ ഒരു സാധനം, ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് ലാർജസ്റ്റ് സൈഡ് ഹാസ് ആൾവേസ് ഏരിയ ലെസ് ദാൻ a²/2. ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും നോക്കാം. ഇത് നമുക്ക് അധികം പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാഞ്ഞത്. അടുത്ത നോക്കി, സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ 13, 5, 12 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഒരെണ്ണം ദെൻ 2 ആംഗിൾ അക്യൂട്ട് ആംഗിൾ അല്ലേ? ഒരെണ്ണം 90 ആണെങ്കിൽ ബാക്കി രണ്ടും എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും, 90ൽ ചെറുതായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റാണ്. ട്രയാങ്കിൾ ഫോർഡ് ബൈ കണക്റ്റിംഗ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഹാസ് 1/4 ഓഫ് ദ ഏരിയ ഓഫ് ദ ബിഗ് ട്രയാങ്കിൾ. അത് ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ മിഡ് പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദ ബിഗറിൻ്റെ ഏരിയ 12 ആണെങ്കിൽ ഇതിൻ്റെ എത്ര ആയിരിക്കും? 3 യൂണിറ്റ് ആയിരിക്കും. യെസ്, ഇനി അത് ഞാൻ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞു. ഇനി ഐസോസെൽസ് ട്രയാങ്കിളുടെ ഇങ്ങനെയുള്ളതിൻ്റെ ഏരിയ ആവശ്യം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 3 ആണ് താഴത്തുള്ള സൈഡ്. നമ്മളെന്ത് ചെയ്തൊരു ലൈൻ വരച്ചു, അതായത് ഒരു 90 ഡിഗ്രി വരച്ചു. 90 ഡിഗ്രി വരച്ചാൽ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തേർഡ് സൈഡിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ 3a ആണെങ്കിൽ ഇത് 3a/2, ഇതും 3a/2, ഇത് 2a ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2a സ്ക്വയർ, അതായത് 4a² മൈനസ് 3a/2ൻ്റെ സ്ക്വയർ 9a²/4 എന്ന് വരും. അതായത് 16a² മൈനസ് 9a², റൂട്ട് 7a², അതായത് റൂട്ട് 7a ഡിവൈഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് 3a ആണ് ഇൻറ്റു h എന്ന് പറയുമ്പോൾ റൂട്ട് 7a/2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3a² റൂട്ട് 7/4. 3a² റൂട്ട് 7/4 ആണ്. പക്ഷേ റൂട്ട് 7 കണ്ടതുകൊണ്ട് ഒരിക്കലും റൂട്ട് 3 അവിടെ വരത്തില്ല. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. തെറ്റായതുകൊണ്ട് അത് ഏതാണ് നോട്ട് ട്രൂ എന്ന് ആലോചിക്കുന്നത്? അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് ലാർജസ്റ്റ് സൈഡ് ഞാൻ 5, 12, 13 തന്നെ എടുക്കുക. അപ്പോൾ 13 ആണ് ലാർജസ്റ്റ് സൈഡ്. 13ൻ്റെ സ്ക്വയർ/2 എന്ന് പറയുമ്പോൾ 169ൻ്റെ പകുതി എത്രയാണ്? 84. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12, 5ഉം 12ഉം ആണ്, 30 വരത്തുള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ലാർജസ്റ്റ് സൈഡ് ആൾവേസ് ഹാസ് ആൻ ഏരിയ ലെസ് ദാൻ, അതെ കറക്റ്റാണ്, ലെസ് ദാൻ. ഇവിടെ 30 വരത്തുള്ളൂ, ഏരിയ ലെസ് ആണ്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, മറ്റു രീതിയിൽ ആലോചിക്കുകയാണ്. അടുത്ത പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് വേറൊരു കളറിൽ എഴുതാം നമുക്ക്. 25,000, 50,000, സി 30,000. മൂന്നിലും കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാം. 25, 50, 30 റേഷ്യോ എടുക്കും നമുക്ക് 5, 10, 6 കിട്ടും. അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണ് പ്രോഫിറ്റിന് റേഷ്യോ. അപ്പോൾ ആദ്യത്തെ ആളെന്താ? 9 മാസം കഴിഞ്ഞ് വിഡ്രോ ചെയ്യുന്നു, അതായത് 9 മാസത്തേക്ക് എ ഇടുന്നു. ബി എന്താ? ബിയുടെ കാര്യമൊന്നും പറയുന്നില്ലാത്തതുകൊണ്ട് 12 മാസവും ബി ഇടുന്നുണ്ട്. സി എന്താ? 7 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സി 7 മാസം കഴിഞ്ഞ് വന്നതുകൊണ്ട് 5 മാസത്തേക്ക് എന്ത് ചെയ്യും? സി നിൽക്കും. ഒരു കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ കിട്ടും 2. നമുക്ക് 3:8:2 പ്രോഫിറ്റിൻ്റെ റേഷ്യോ കിട്ടി. അതായത് ടോട്ടൽ പ്രോഫിറ്റിൽ എക്ക് 3 യൂണിറ്റ് കിട്ടിയാൽ ബിക്ക് 8 യൂണിറ്റും സിക്ക് 2 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് എത്ര? 8, 3, 11, 2, 13. 13ൻ്റെ വാല്യൂ ആണ് 39,000. നമുക്ക് 2ൻ്റെ വാല്യൂ വേണം. ഇത് 3 വട്ടം 300 × 2 600. ഞാനവിടെ 13 കൊണ്ട് കിട്ടുമ്പോൾ 3 വരും, 3, 2, 6. നോൺ സീറോ ഡിജിറ്റ് 6 മാത്രമേ കാണൂ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ബാക്കിയൊന്നും എഴുതാതെ ചെയ്തത്. യെസ്, അർജുന ബാച്ചൊക്കെ കണ്ടിട്ടുള്ളതാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെയൊക്കെ സീരിയസ്നെസ് മനസ്സിലായി കാണും. പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഒരു വട്ടമെങ്കിലും എക്സാം എഴുതിയവർക്ക് മാത്രമേ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ, ഈ മെത്തേഡ്സിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. ഹിന്ദി ചാനലല്ല, ഏത് ചാനലിൽ പോയാലും ഇത് കിട്ടത്തില്ല, എനിക്ക് ഉറപ്പാണ്. യെസ്, അപ്പോൾ പോപ്പുലേഷൻ ഓഫ് സിറ്റി ഇതാണെങ്കിൽ അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുമെന്നെങ്കിലും പറയണം. ആരും ഇത് പഠിപ്പിക്കാൻ ധൈര്യപ്പെടത്തില്ല, കുറേ പേർക്ക് മനസ്സിലാകത്തില്ല, എനിക്കറിയാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും. യെസ്, പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഇത്രയാണ്. ഇൻക്രീസ്ഡ് ബൈ 4%, 5%. ലാസ്റ്റ് 2 ഇയേഴ്സ് ഫൈൻഡ് ദ പ്രസൻറ്റ് പോപ്പുലേഷൻ. അതായത് ഇതിൽ നിന്നും കൂടുവാണ്. അപ്പോൾ 4%, എനിക്ക് വേണമെങ്കിൽ എല്ലാ കാൽക്കുലേഷനായിട്ട് ചെയ്യാം. 1,75,000 ഉണ്ടായിരുന്നു.
5% എന്ന് പറഞ്ഞാൽ 10%, 1,17,500 അതിൻ്റെ പകുതി. 17,500 പകുതി പറയുമ്പോൾ 8,500, 250, 8,750. ഇതിൻ്റെ കൂടെ 8,700. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ ഓക്കെ 1,75,000 കൂടെ 8,750, പിന്നെ 4%. ഇതിനകത്തുനിന്ന് 4% കൂടണം. ഇപ്പോൾ ടോട്ടൽ ഇത് ഡയറക്റ്റായിട്ട് എഴുതണം. 1,75,000 കൂടെ 8,750, 1,83,750. ഇതിൻ്റെ 4% കൂടണം. 4% എന്ന് പറഞ്ഞാൽ 1%, 1,837. അപ്പോൾ 1,800 × 4 7,200. 7,200 പിന്നെ 37.5 × 4, അതായത് 37.4 എന്ന് പറയുമ്പോൾ 120, 148. അതിൻ്റെ കൂടെ 150 കൂട്ടണം. ഇതാണ് നമ്മുടെ ആൻസർ. 100, 1, 8, 2, 10, 11, 100 അവസാനിക്കും. ഓക്കെ, ഇഷ്ടം 1, പിന്നെ ഒരു 1, 1, അവസാനിക്കുന്ന ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ബി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തത് എന്താ, 1,00,000 ഡിജിറ്റ് സം എഴുതും. 1,75,000 4% ഇൻക്രീസ് ചെയ്താൽ 104%, അല്ലെങ്കിൽ 26/25 104%. 104 × 100 കൊണ്ട് ഗുണിക്കുക. 5% കൂടിയാൽ 105%. എന്നിട്ട് ഡിജിറ്റ് സം അപ്ലൈ ചെയ്തപ്പോൾ ഡിജിറ്റ് സം കിട്ടി, 3ൻ്റെ മൾട്ടിപ്പിൾ. ഡിജിറ്റ് സം 3 കിട്ടി. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുമാണ്. ഇനി അത് എന്തൊക്കെയുണ്ട്, 105 എന്ന് പറഞ്ഞാൽ 21 × 5, അതായത് 7 ഉണ്ട്. 7ൻ്റെ മൾട്ടിപ്പിൾ നോക്കി, ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. ആൻസർ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ 104-നകത്ത് 13 ഉണ്ട്, 13 × 8, 13ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 13ൻ്റെ മൾട്ടിപ്പിളും 7ൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഉള്ളൂ. ഇതിനെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഒന്നും സെറ്റ് ആവണമെന്നില്ല. പക്ഷേ സെറ്റ് ആവുന്നവർക്ക് ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 30 ക്വസ്റ്റ്യൻ 15 മിനിറ്റിലും കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കേ, എയും ബിയും 9 ദിവസം. ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ LCM എടുത്തു 72. നമ്മൾ സാധാരണ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, കുറച്ച് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. എയും ബിയുടെ എഫിഷ്യൻസി നമുക്ക് 8 കിട്ടി, ബിയുടെ സിയുടെ എഫിഷ്യൻസി നമുക്ക് 4 കിട്ടി, A+B+Cയുടെ എഫിഷ്യൻസി നമുക്ക് 72/8 9 കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 2 × A+B+C, സാധാരണ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 × A+B+C എന്ത് വരും, 18 വരും. അപ്പോൾ ഇവിടെ നമ്മൾ C+Aയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 2 × A+B+C വരും. ഇപ്പോൾ 8 × 4 12 ഇത് 6 വരണം. അപ്പോൾ C+Aയുടെ എഫിഷ്യൻസി 6 കിട്ടി. നമുക്ക് എന്താ, Aയ്ക്കും Cയ്ക്കും എത്ര സമയം എടുക്കും? ഇപ്പോൾ Aയുടെ എഫിഷ്യൻസി എന്ത് കിട്ടും, B+C 4 ആണ്, A+B+C 9 ആണ്. അങ്ങനെയാണെങ്കിൽ A എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി Cയുടെ വേണം, A+B 8 ആണ്, ടോട്ടൽ 9 ആണ്. ഇപ്പോൾ C എന്ന് പറഞ്ഞാൽ 1 ആണ്, 5 1 6 ആണ് അവരുടെ രണ്ടുപേരുടെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് 72/6 12 ദിവസം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ടൈപ്പാണ്. ഓക്കെ, A - B. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോമുല മാത്രം പഠിച്ചാൽ മതി. A+B എന്ന് പറഞ്ഞാൽ √A-B² + 4AB ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. A+Bയുടെ A-B² വാല്യൂ ആണ്. ഇവിടെ നമുക്ക് A+2B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ 64 + 4 × 4 ഉണ്ട് ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, A ആണ്. B എന്ന് പറഞ്ഞാൽ 2B ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഓൾറെഡി 9 തന്നിട്ടുണ്ട്. 67 36 √100 10. അടുത്ത് ഇതൊക്കെ ഞാൻ നിങ്ങളെ ഇലക്ഷൻ്റെ ക്ലാസ് ഓൾറെഡി പെർസെൻറ്റേജ് പഠിപ്പിച്ചാണ്, അർജുന ബാച്ചിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇലക്ഷൻ്റെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഇലക്ഷൻ ഉണ്ട്. 67% വോട്ടിട്ടു, 4% ഇൻവാൾവ് ആണ്. കാൻഡിഡേറ്റിന് ഇത്രയും വോട്ട് കിട്ടി. അത് 67% ടോട്ടൽ വാൾഡ് വോട്ടാണ്, ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് തുടങ്ങുകയാണ്. 67% വാൾഡ് വോട്ടാണ് തന്നിട്ടുള്ളത്, 100%. അപ്പോൾ എന്തായി, ഇത് വാൾഡ് വോട്ടിൻ്റെ എണ്ണമായി. ഇപ്പോൾ ഇത്രയും എന്ന് പറഞ്ഞാൽ വാൾഡ് വോട്ടാണ്, ഇത്രയും വാൾഡ് വോട്ടാണ്. ഇനി അതിനകത്ത് 4% എന്തില്ല, ഇൻവാൾവ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇട്ട വോട്ടിൻ്റെ 96%. കാര്യം ഇട്ട വോട്ടിനകത്ത് 4% എന്തായി, ഇൻവാൾവായി. ഇട്ട വോട്ടിൻ്റെ 96% ഇത്. എന്നാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഇത് ഇട്ട വോട്ടാവും. ഇത് വാൾഡ് വോട്ടാണ്, ഇത് പോൾഡ് വോട്ടാണ്. ഇനി വോട്ടിട്ടവർ എത്ര, ടോട്ടൽ വോട്ടേഴ്സിൻ്റെ 67%. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പോൾഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ടേഴ്സിൻ്റെ 67%, എന്നാൽ 100% എത്ര. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് ഭയങ്കര പ്രയാസമായിരിക്കും, അത് അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്തവർക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇനി എന്താ കാൽക്കുലേഷൻ എന്താ ചെയ്തത്, അവിടെ ഒന്നും ചെയ്യില്ല. 4 വെച്ചോ 5 വെച്ചോ ഒന്നും വിട്ടില്ല. ഞാൻ നോക്കി 100 100 100 അതിനകത്തെല്ലാം എന്തുണ്ട്, 25 ഉണ്ട്. അല്ലെങ്കിൽ 25 × 25 625 എന്തായാലും ഇതിനകത്ത് കാണണം. അടിയിലൊന്നും 5 ഇല്ല. അപ്പോൾ 625 ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 625 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റ് 4 ഡിജിറ്റ് 625 മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതിനെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഡെയിലി എഴുതുന്നത്, ഇതിനൊക്കെ വേണ്ടിയാണ് ഡെയിലി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു 625 മൾട്ടിപ്പിൾ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യോഗ സെൻറ്ററിൽ 60% മെമ്പേഴ്സ് മെന്നാണ്, 40% വുമൺ ആണ്. അപ്പം മെന്നിൻ്റെ വുമൻ്റെ റേഷ്യോ നമുക്ക് 60:40 3:2 എന്ന് എഴുതാം. ആവറേജ് ഏജ് ഓഫ് മെൻ 55 ആണ്, ആവറേജ് ഏജ് ഓഫ് വുമൺ 45 ആണ്. ടോട്ടൽ ആവറേജ് 3 × 55 165 90 2 × 40 90 255 ÷ 5 അതാണ് 51. നമുക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റും.
അതിൽ ചെയ്യാവുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. അടുത്ത ഡയമീറ്റർ ഓഫ് സ്പിയർ ഇൻക്രീസ് ബൈ 30%. അപ്പോൾ ഞാൻ എൻ്റെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധനം 30% ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ 130% ആവുകയാണ്. 130% എന്ന് പറഞ്ഞാൽ 130/100 ആണ്. എന്ന് പറഞ്ഞാൽ 1.3 ആണ്. ഒരു സാധനത്തെ 1.3 കൊണ്ട് ഒരു വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായി 30% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ 3 വട്ടം. സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. അപ്പോൾ ഡയമീറ്റർ 3 വട്ടം ഇൻക്രീസ് ആകുമ്പോൾ റേഡിയസും എന്താവും, വോളിയത്തിനകത്ത് റേഡിയസും 3 വട്ടം ഇൻക്രീസ് ആവും. അപ്പോൾ 1.3 1.3 1.3 13 ക്യൂബ് 2197 2.197, അതായത് 1 പറഞ്ഞാൽ 100%. അതിൻ്റെ കൂടെ 1.197 കൂടി, അതായത് ഇത് ഇനി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ഫ്രാക്ഷനിലെ വാല്യൂ ആണ്. ഇനി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് വാല്യൂ കിട്ടും 119.7%. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണാതെ പഠിക്കാൻ എൻ്റെ പെർസെൻറ്റേജിൻ്റെ 11.5 മണിക്കൂറിൻ്റെ ക്ലാസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതിൽ 20% കൂടുവാണെങ്കിൽ 1.2 ആണ്. അതായത് 72.8%. 20% വെച്ച് 3 തവണ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 72.8% ഓവറോൾ ഇൻക്രീസ്. 30% വെച്ച് 3 വട്ടം ഇൻക്രീസ് ചെയ്താൽ 119.7% ഓവറോൾ ഇൻക്രീസ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് കാണാത്തവർ ദയവായിട്ട് അതെടുത്ത് കാണുക. യെസ്. അടുത്ത് എക്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x⁻². ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നോക്കേ, എക്സിൻ്റെ വാല്യൂ ഇതാണ്. 3/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/4. സഡ്സൻജസ് അറിയണം. 2/3 റേസ് ടു -4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2/3 റേസ് ടു -4 എന്ന് പറഞ്ഞാൽ 2/3 റേസ് ടു -4 എന്ന് പറഞ്ഞാൽ അടിയിൽ 2 റേസ് ടു 4ഉം ഈ അടി കിടക്കുന്ന മേളിൽ പോകും 2 റേസ് ടു 3 റേസ് ടു 4. ഇപ്പോൾ എന്തെങ്കിലും മൈനസ് വരുവാണ് പവറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൻ്റെ റെസിപ്രോക്കൽ ഇട്ടിട്ട് ആ ഒരു പവറിനെ അങ്ങ് പോസിറ്റീവ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2/3 റേസ് ടു -4നെ നമുക്ക് 3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 4 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ സ്ക്വയറിൻ്റെ റേസ് ടു -2 ആണ്. അതായത് സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. x റേസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/x². അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ തിരിക്കണം. അതായത് ഈ അടിയിലത്തുള്ള വാല്യൂൻ്റെ സ്ക്വയർ വരും. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 ആണ്. അതിനെ 2 റേസ് ടു 4 എന്ന് എഴുതി. 2 റേസ് ടു 4ൻ്റെ സ്ക്വയർ a റേസ് ടു m റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m ഇൻറ്റു n. 2 റേസ് ടു 8 എന്ന് വരും ഡിവൈഡഡ് ബൈ, എന്തിനാ ഇങ്ങനെ തിരിച്ചെഴുതിയത്, സ്ക്വയർ എടുത്തിട്ട് തിരിച്ചത് x റേസ് ടു -2 ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരാൾ എത്ര സ്റ്റെപ്പ് എഴുതുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കോണം. അപ്പോൾ ഇതിനെ സ്ക്വയർ എടുക്കുമ്പോൾ 9ൻ്റെ സ്ക്വയർ 81, അത് 3 റേസ് ടു 4 ആണ്. ഇത് 3 റേസ് ടു 4 ആണേ, 34 അല്ലേ. യെസ്, 3 റേസ് ടു 4. 3 റേസ് ടു 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 റേസ് ടു 8. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെയും 12 പവർ വന്നു, ഇവിടെയും 12 പവർ വന്നു. ഇപ്പോൾ 2/3 2 റേസ് ടു 12 ഡിവൈഡ് ബൈ 3 റേസ് ടു 12 ആണ്. 2/3 റേസ് ടു 12 ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ എത്ര ഫാസ്റ്റായിട്ടാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ, അങ്ങനെ മനസ്സിലാവും. ഇനി ഇത് ഫോർമുല പഠിക്കാനുള്ളൊരു പ്രോബിലിറ്റി ക്വസ്റ്റ്യനാണ്. പി ഓഫ് നോട്ട് എ ഇൻ്റർസെക്ഷൻ നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് നോട്ട് എ ഇൻ്റർസെക്ഷൻ നോട്ട് ബി, അല്ലെങ്കിൽ പി ഓഫ് എ ബാർ ഇൻ്റർസെക്ഷൻ ബി ബാർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബിയുടെ ഫോർമുല ഉണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി, ഇത് പഠിച്ചു നോക്കുക, മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിച്ചു. പി ഓഫ് എ 3/8ഉം പി ഓഫ് ബി 1/2നെ ഞാൻ എന്ത് ചെയ്തു, 4/8 എന്ന് എഴുതി. മേളിൽ താഴെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 3/8ഉം 4/8ഉം 7/8 മൈനസ് 1/4 എന്ന് വെച്ചാൽ 2/8 ആണ്. അതായത് 5/8 എന്ന് കിട്ടി. 5/8 ആണ് പി ഓഫ് എ മൈനസ് എ യൂണിയൻ ബി. അപ്പോൾ അതിൽ നിന്ന് പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി 1 മൈനസ് 5/8, നമുക്ക് 3/8 ആൻസർ കിട്ടും. അടുത്തത് ഡിസോണസ്റ്റ് ഡീലറിൻ്റെ ക്വസ്റ്റ്യൻ. കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്, പക്ഷേ 25% പ്രോഫിറ്റ് ഫോൾട്ടി വെയിറ്റ്, അതായത് 25% 4 അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതെങ്കിൽ 5 കിട്ടുന്നത്. പിന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കും, നമുക്ക് അറിഞ്ഞൂടെ എ നിന്ന് ബി ആണ്. ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുന്നത് എത്രയാണ്, 10%. അതായത് 10ൽ നിന്ന് 11. ഇപ്പോൾ A/B കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, ഡയറക്റ്റ് 5 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മെത്തേഡൊക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസോണസ്റ്റ് ഡീലറിൻ്റെ ക്വസ്റ്റ്യൻ അർജുന ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 50 ആണെങ്കിൽ 47 കിട്ടുന്നത് ഡിസ്കൗണ്ട്, ഇത് ഡിസ്കൗണ്ടാണ്. 50ൻ്റെ സ്ഥാനത്തിന് 47 വെക്കുന്നത്, 100ൻ്റെ സ്ഥാനമാണെങ്കിൽ 88 വെക്കുന്നത്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്തുള്ളതിനെ നമുക്ക് കറക്റ്റ് പെർസെൻറ്റേജ് പറയാം, 12% ഡിസ്കൗണ്ട്. സിമ്പിളായിട്ട് ചെയ്യാം. നമ്പർ ഈസ് ഇൻക്രീസ് ബൈ 25, ഡിക്രീസ് ബൈ 16, ഫൈൻഡ് ദ വാല്യൂ ഓഫ് നമ്പർ. അപ്പം a പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി എ ബി ബൈ 100. 25 മൈനസ് 16 9 മൈനസ് 25 ഇൻറ്റു 16/100. 25ഉം 100 അടിയിൽ 4 ആവും, 16/4 വരും. 9 മൈനസ് 4 5%, പോസിറ്റീവ് ആയതുകൊണ്ട് 5% ഇൻക്രീസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. മോഡെന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ. പിന്നെ അത് ഓപ്ഷൻ നോക്കുക. 21 എത്ര വട്ടം നോക്കുക, 1 2 വട്ടം. 16 എത്ര വട്ടം, 1 2 3 വട്ടം. 15 എത്ര വട്ടം ഉണ്ട്, 1 2 3 4 വട്ടം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഇതാ, 6 3 വട്ടമേ ഉള്ളൂ. അടുത്തത് എ ബി എടുത്ത് പറയുന്നു, രണ്ടുപേർക്കും ഓറഞ്ച് ഉണ്ട്. എ പറയുന്നു ഇഫ് യു ഗീവ് മീ 10 അങ്ങോട്ട് കൊടുത്താൽ അവൻ്റെ കയ്യിലുള്ളതിൻ്റെ ഇരട്ടി ഓറഞ്ച് കിട്ടും. ബി പറയുന്നു നിൻ്റെ കയ്യിൽ നിന്നുള്ള 10 എനിക്ക് തന്നാൽ എനിക്ക് നിൻ്റെ കയ്യിലുള്ളതിൻ്റെ
എത്രയാണോ ബാക്കിയുള്ളത് അതിൻ്റെ അത്രയും സെയിം ആവും. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറഞ്ച് എ ഹാസ്. അപ്പോൾ നമുക്കിത് ഓപ്ഷൻ വഴി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എഴുതിക്കൊണ്ടിരുന്നാൽ ആ ഒരു ഇക്വേഷനൊക്കെ എഴുതേണ്ടി വരും. ഇപ്പോൾ എക്സ് ആണ് എയുടെ കയ്യിലുണ്ടെങ്കിൽ എക്സിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ ട്വൈസ് ഓഫ് വൈ ആണ് ബിയുടെ കയ്യിലുണ്ടെങ്കിൽ വൈ മൈനസ് 10. അടുത്ത ബി പറയുന്നു 10 അവന് കൊടുത്താൽ എക്സിൽ നിന്ന് 10 കുറഞ്ഞാൽ മറ്റവൻ്റെ കയ്യിൽ എത്ര ആവും? വൈയുടെ കൂടെ 10 ആവും. യെസ്, ഇഫ് യു ഗിവ് മി 10 ഐ വിൽ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഓറഞ്ചസ് ലെഫ്റ്റ് വിത്ത് യു. അപ്പോൾ ലെഫ്റ്റ് വിത്ത് യു, സെയിം നമ്പർ ഓഫ് ഓറഞ്ചസ് ലെഫ്റ്റ് വിത്ത് യു. അത് എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് 10. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാണ് വേണ്ടത്. എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 70 തന്നെ കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്ക്, ട്വൈസ്. യെസ്, ഓക്കെ. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഞാൻ ആലോചിക്കുകയാണ് എക്സിന് എക്ക് 70 ഓറഞ്ച് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കേസ് നോക്ക്, 10 കൊടുത്തു, ബിക്ക് കൊടുത്താൽ എയുടെ 60 ആയി. ഐ വിൽ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഓറഞ്ചസ് ലെഫ്റ്റ് വിത്ത് യു. അതിൻ്റെ അർത്ഥം 60 ഈക്വൽ ആവണമെങ്കിൽ ഇവൻ്റെ 60 ആയി, മറ്റവൻ്റെ 60 ആണെങ്കിൽ അവൻ്റെ കയ്യിൽ ഓൾറെഡി എത്ര കാണണം? 50 കാണണമായിരുന്നു. അപ്പോൾ 50 ആയിരുന്നു ഇനിഷ്യൽ അവൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ 10 അവൻ എക്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്ക് 80 ആവും, ഇവന് 40 ആവും, എയുടെ കയ്യിൽ ബി എക്കായി ഇരട്ടിയാവുകയും ചെയ്യും. എല്ലാം എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വലാണ്. എയും പിയും 90 ആണ്. അപ്പോൾ എ ബി സി വരച്ചു, പി ക്യു ആർ വരച്ചു, രണ്ടും എന്താണ്? 90 ഡിഗ്രി. ഓർഡർ അതേ ആയിരിക്കണം. ഇതും എല്ലാം സെയിം ആയിരിക്കും. എ ബിയും പി ക്യൂവും ഇതും ഈക്വൽ ആയിരിക്കും. ബി സി 29 ആണെങ്കിൽ ഇതും 20. 90യുടെ ഓപ്പോസിറ്റുള്ള അത് 29. പി ആർ എ സി രണ്ടും എന്താണ്? 21. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി 29, 20, 21, 29 എന്താണ്? ട്രിപ്ലറ്റാണ്. 20, 21, 29 ട്രിപ്ലറ്റാണ്. അപ്പോൾ ബാക്കിയുള്ളത് 20 ആണ്. അത് തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഷോപ്പ് കീപ്പർ ലിസ്റ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് 100 ആണെന്ന് വെച്ചോ. അയാൾ അതിൻ്റെ 50 രൂപയ്ക്ക് വെക്കുന്നതെങ്കിൽ ലോസാണ് 17%. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 83%. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%. ഇതാണ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് പ്രൈസ് വിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കിട്ടും. 100 പോയി അത് 50ൻ്റെ സാധനം 81 വെക്കുന്നു, 100ൻ്റെ സാധനം 166 വെക്കുന്നു. അതായത് 66% പ്രോഫിറ്റ്. ഇതൊക്കെ പേന എടുക്കാതെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സർക്കുലർ കോൺ ഈസ് ഇൻക്രീസ് ബൈ 25%. ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് വോളിയം. അപ്പോൾ കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ വെച്ചാൽ. അപ്പോൾ ഇവിടെ 1/3 പൈ കോൺസ്റ്റൻ്റ് ആണ് റേഡിയസും ഹൈറ്റും. റേഡിയസ് ആർ സ്ക്വയർ ആണ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ ക്യൂബ് ചേഞ്ച് ആയിരിക്കും. എല്ലാത്തിനും സെയിം 25%. അത് 4 നിന്ന് 5 ആയി റേഡിയസ്, 4 നിന്ന് 5 റേഡിയസ്, 4 നിന്ന് 5 ആയി ഹൈറ്റ്. അങ്ങനെ 64 എന്ന് പറയുന്നത് എന്തായി? 125 ആയി. എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 61 കൂടി 64. എന്നിട്ട് എല്ലാ ഓപ്ഷനും ദൂരെ അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 64, 61 എന്നാൽ 100 എത്ര? ആ ഡിവിഷനാണ് ഇവിടെ ചെയ്തത്. 95 കിട്ടുമ്പോൾ നിർത്താം. 50,000-നകത്ത് ഡിഫറൻസ് ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട് ഉണ്ട്, 2 സക്സീവ് ഡിസ്കൗണ്ട്. 26ൻ്റെ 5ൻ്റെ സക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? 26 + 5 31 മൈനസ് 26 × 5 100 1.3. അതായത് 30ൽ നിന്ന് പിന്നെ 0.3 കൊടുക്കണം. അപ്പോൾ 0.3 ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. 0.3% ഓഫ് 50,000. 3 × 5 15 ആയിരിക്കും നമ്മുടെ നോൺ സീറോ ഡിറ്റ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ഉള്ളൂ. അടുത്ത് കാൽക്കുലേറ്റ് മോഡ് ഓഫ് ദ ഗിവൺ ഡേറ്റ. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ മോഡെന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ കണ്ടത് തന്നെ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്പർ ഓഫ് പേഷ്യൻസ് ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള വാല്യൂ ഏതാണോ അതിനെയാണ് നമ്മൾ മോഡെന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാ? 7 തവണയാണ്. അപ്പോൾ 7 തവണ റിപ്പീറ്റ് ചെയ്യുന്ന സാധനം എന്താണോ അതായിരിക്കും നമ്മുടെ മോഡെന്ന് പറയുന്നത്. 7 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താ? ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത് 8 ആണ്. 8 നമുക്ക് എന്തെടുക്കാം? മോഡായിട്ട് കൊടുക്കാം. ഡയമീറ്റർ ഓഫ് എ ബോൾ ഇതാണ് വോളിയം. വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? 2/3 പൈ ആർ ക്യൂബ്. ഇപ്പോൾ 2/3 പൈക്ക് 22/7 ആർ ക്യൂബ്. 21ൻ്റെ ക്യൂബ് ബൈ 21/2 ആണ് റേഡിയസ്. അതിൻ്റെ ക്യൂബ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 4851/2. 4800ൻ്റെ പകുതി 2400. 51ൻ്റെ പകുതി 25. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്ത എ ബി സി, എയും സിയും തന്നിട്ടുണ്ട്. പി ക്യു ആർ സിമിലർ ടു എ ബി സി. സിമിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആംഗിൾസ് എല്ലാം ഈക്വലാണ്. ഇത് ആ ഒരു രീതിയിലായിരിക്കും എഴുതുന്നത്. പിയും എയും ഈക്വൽ ആയിരിക്കും, ക്യൂവും ബിയും ഈക്വൽ ആയിരിക്കും, ആറും സിയും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് എഴുതുന്നത്. ദെൻ ക്യൂ വേണം. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ആർക്ക് കറസ്പോണ്ടിങ്? ബി കറസ്പോണ്ടിങ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? 85, 98, 130, 143 ആയി. ബാക്കി എത്രയും കൂടെ വേണം? 37 ഉണ്ടെങ്കിൽ 180 ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുക്കുക ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ 30 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? 30 ക്വസ്റ്റ്യൻ എത്ര സമയത്ത് ഞാൻ ആദ്യം ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ സ്പീഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ മെയിൻസിന് പോകുന്നവരാണ് അല്ലെങ്കിൽ നാളെ എഴുതാൻ പോകുന്നവരാണ്, അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ്റെ ആവശ്യമല്ല ഉള്ളത്. എങ്ങനെ എക്സാം ചെയ്യണം എന്നുള്ള രീതി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിങ്ങനൊരു വീഡിയോ നിങ്ങൾ എൻ്റെ SSCയിൽ കാണത്തില്ല. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക പഠിക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ മെയിൻസിൻ്റെ സീരീസും പ്ലേലിസ്റ്റും എല്ലാം കണ്ട് കംപ്ലീറ്റ് ആക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂട്ടണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.